ഹലോ, നമുക്കൊരു പാക്കിംഗ് വീഡിയോ കണ്ടാലോ? ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും ഹാമ്പർ വർക്ക് ആയാലും ഫ്രെയിം വർക്ക് ആയാലും അത് സേഫായിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ എത്തിയെന്ന് അറിയുമ്പോഴാട്ടോ ഒരു സമാധാനം കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ്. ഫ്രെയിമിന്റെ ഗ്ലാസ് ബ്രിറ്റിൽ ആയതുകൊണ്ട് തന്നെ സേഫായിട്ട് പാക്ക് ചെയ്തില്ലെങ്കിൽ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഒരുപാടാണ്. ഈ ഒരു ഫ്രെയിമിന്റെ വർക്ക് വന്നപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്ത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പോസ്റ്റൽ ത്രൂ അയച്ചാൽ മതി എന്നാണ്. പക്ഷെ ഒരുപാട് ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചീനോട് ഒന്നില്ലെങ്കിൽ ഡെലിവറി ഇല്ലെങ്കിൽ പിക്കപ്പ് സജസ്റ്റ് ചെയ്തു. ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ പറ്റിയില്ല. പകരം ചേച്ചി വേറൊരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ള ചേച്ചിയാണ് കസ്റ്റമറിന് കൊണ്ടുവന്ന് കൊടുത്തത്. എങ്ങനെ ഡെലിവറി ചെയ്താലും കുഴപ്പമില്ല, കസ്റ്റമറിന്റെ കയ്യിൽ ഫ്രെയിം സേഫ് ആയിട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രെയിം ഏൽപ്പിച്ച ചേച്ചിയുടെ അടുത്തും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി സൂക്ഷിച്ചെത്തിക്കണേ, ഗ്ലാസ് ആണ് ഇതിന്റെ അകത്ത് എന്നൊക്കെ. ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസിന്റെ സൈഡിൽ കുറച്ചധികം ബബിൾ റാപ്പ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല യൂഷ്വലി ഞാൻ ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ ഇതർ അതൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഹാമ്പറിലോ വെക്കാനായിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് റാപ്പിംഗ് അല്ലെങ്കിൽ ഹാമ്പർ ബോക്സിന്റെ അകത്ത് ഫ്രെയിം വെക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. ഈ ഒരു ഫ്രെയിം വർക്ക് കസ്റ്റമറിന് വേണ്ടി തന്നെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പാക്കിങ്ങിന്റെ സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചു. താങ്ക് യു സ്റ്റിക്കേഴ്സ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ് ഇപ്പോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ അന്ന് അത് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് വിൻറ്റേജ് പോസ്റ്റൽ കാർഡ്സും സ്റ്റിക്കേഴ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേജിൻ്റെ ലോഗോ സ്റ്റിക്കേഴ്സോ താങ്ക് യു സ്റ്റിക്കേഴ്സോ ഒന്നും തന്നെ ഇല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം സ്റ്റൈലിൽ വിൻറ്റേജ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് വേറെ പാക്കേജിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.